ഹായ്, ഇന്ന് നമ്മൾ ഫിസിക്സിലെ ചലനം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ടോപ്പിക് നമ്പർ 5 ചലനമാണ്. ചലനവുമായി ബന്ധപ്പെട്ട് SCERT ക്ലാസ്സുകളിൽ 6th സ്റ്റാൻഡേർഡ് മുതൽ 9th സ്റ്റാൻഡേർഡ് വരെ ഏകദേശം നമുക്കൊരു 5ഓളം ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന 6th സ്റ്റാൻഡേർഡിലെ 4th ലെസൺ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ചലനത്തിനൊപ്പം എന്ന ചാപ്റ്റർ. ചലനവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ചാപ്റ്റർ തുടങ്ങുന്നത് കുട്ടികൾക്കുള്ള കുറെ ചോദ്യങ്ങളുമായിട്ടാണ്. ഭൂമിയിലുള്ള വസ്തുക്കളിൽ ചലിക്കാത്തത് ഏതാണ്, ചലിക്കുന്നത് ഏതാണ്, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC എക്സാമുകൾക്ക് ചോദിക്കുന്ന പോയിന്റുകളാണ്. ഓക്കെ, അപ്പൊ ആദ്യം എന്തൊരു വേഗം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ വേഗത്തിലാണ്. ഭൂമി സ്വയം തിരിയുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഭൂമിയുടെ ഭ്രമണമാണ് അല്ലെ. അപ്പൊ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണ വേഗത എത്രയാണ്? അതാണ് ചോദ്യം. 1667 കിലോമീറ്റർ ആണ്. അതുപോലെ ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ട്. അപ്പൊ സൂര്യനെ ചുറ്റുന്നത് മണിക്കൂറിൽ ഏതാണ്ട് 1,06,000 കിലോമീറ്റർ വേഗത്തിലാണ്. ഓർത്ത് വെക്കുക, ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണ വേഗത 1667 കിലോമീറ്റർ. ഭൂമി സൂര്യനെ ചുറ്റുന്ന വേഗത 1,06,000 കിലോമീറ്റർ. അതായത് ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് പറയുമ്പോൾ നാം ഒരു സ്ഥലത്ത് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മളും ആ ഒരു ഭൂമിക്കൊപ്പം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കത് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പോ ഒരിടത്ത് ഇരിക്കുമ്പോൾ പോലും നാം എത്ര വേഗത്തിലാണ് ചലിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചലനം ശരീരത്തിനുള്ളിലും നമ്മുടെ ശരീരത്തിനുള്ളിലും ഒരുപാട് ചലനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ രക്തപര്യനം, അതുപോലെ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്, ഹൃദയമിടിപ്പ്, അങ്ങനെയുള്ള ഒരുപാട് ചലനങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിലും നടക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ചുറ്റും ഒരുപാട് ചലനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് നമുക്ക് ചുറ്റുമുള്ള ചലനങ്ങൾ എന്നൊക്കെ കുട്ടികളോട് ചോദിച്ചിരിക്കുകയാണ്. കടൽ തീരത്തിരിക്കുമ്പോൾ, അതുപോലെ കാറ്റടിക്കുമ്പോൾ അല്ലേ, അങ്ങനെ ഒരുപാട് ചലനങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഇനിയുള്ളത് ബലവും ചലനവും എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാനായിട്ട് സാധിക്കും. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനെ ബലം പ്രയോഗിച്ചാൽ നമുക്ക് ചലിപ്പിക്കാം. അതുപോലെ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും നമുക്ക് ബലം പ്രയോഗിച്ചുകൂടെ? ഓക്കെ, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിനെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കുവാനും നമുക്ക് ബലം പ്രയോഗിക്കാം. ചലനത്തിൻ്റെ ദിശ മാറ്റാനും അതുപോലെ ചലനവേഗം കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ബലം പ്രയോഗിക്കാം. 4 പോയിന്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം. ചലിക്കുന്ന വസ്തുവിനെ ബലം പ്രയോഗിച്ച് നമുക്ക് നിശ്ചലമാക്കാം. ചലനത്തിൻ്റെ ദിശ മാറ്റാനും ചലനവേഗം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് ബലം പ്രയോഗിക്കാം. ചെറിയ ക്ലാസ്സിലെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പോയിന്റ്സ് ഒന്നും നമുക്കിവിടെ ഉണ്ടാവില്ല. ഇനി ഇതേ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ടേബിളാണ്. ഷാർപ്പനർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്നതിനോട് സാദൃശ്യമായിട്ടുള്ളത്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? ഭ്രമണമാണ് അല്ലെ. ഭ്രമണം, പമ്പരം കറങ്ങുന്നത് ഭ്രമണത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ കറക്കം, കറങ്ങുന്ന ഫാൻ, ഇതൊക്കെ എന്താണ്? ഭ്രമണത്തിന് ഉദാഹരണമാണ്. രണ്ടാമത് എന്താ തന്നിരിക്കുന്നത്? കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നതിനോട് സാദൃശ്യമുള്ളവ. കുട്ടികൾക്ക് വർത്തുള ചലനം എന്നൊക്കെ അവർ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നതിനോട് സാദൃശ്യമുള്ളത് ഏതൊക്കെയാണെന്ന്. കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുകയാണ്. അതെന്താണ്? ഒരു വർത്തുള ചലനത്തിന് ഉദാഹരണമാണ് അല്ലേ. അതുപോലെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത്, പിന്നെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നത്, വൃത്തപാതയിലൂടെയുള്ള കളിവണ്ടി, ഇതാ ഇവിടെ ഒരു ഉദാഹരണം തന്നിരിക്കുന്നതുണ്ടോ? വൃത്തപാതയിലൂടെ കളിവണ്ടി ഓടുന്നത്, ഇതൊക്കെ വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. ഇനി നേർരേഖാ ചലനമാണ്. എന്താണ്? സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് നേർരേഖ വരയ്ക്കുന്നതിനോട് സാദൃശ്യമുള്ളവ. നേർരേഖാ ചലനമാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മാമ്പഴം ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നു, അതുപോലെ ലിഫ്റ്റിന്റെ ചലനം, അതെല്ലാം എന്താണ്? നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. അവിടെ തന്നിട്ടുണ്ട് നമുക്ക്. അതൊക്കെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ആണ്. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരാം. അടുത്ത ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. കണ്ടോ, കുട്ടികൾക്ക് എക്സാമ്പിൾ കൊടുത്തിട്ട് അതിൽ നിന്ന് ഫാക്റ്റിലേക്ക് വരികയാണ് അല്ലേ. അപ്പോൾ നോക്കിയോ, ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. സ്വന്തം ആക്സിസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനമാണ് ഭ്രമണം.
പിന്നെന്താ തന്നിട്ടുള്ളത്? വർത്തുള ചലനം. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ. 3 ടൈപ്സ് ഓഫ് മോഷനെ കുറിച്ചാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? ലീനിയർ മോഷൻ, റൊട്ടേഷൻ, സർക്കുലാർ മോഷൻ. നമുക്കറിയാലോ അതൊക്കെ. ഇനി അടുത്തത് ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ദോലനം? വസ്തുക്കൾ ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എന്തൊക്കെയാണ് ദോലനങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്? ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം കണ്ടോ? ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, തൂക്കിയിട്ട തൂക്കുവിളക്കിന്റെ ചലനം, ഇവിടെ തന്നിരിക്കുന്നതുണ്ടോ? തൂക്കുവിളക്കിന്റെ ചലനം, അതുപോലെ വൈപ്പറിന്റെ, കാറിന്റെയും ഒക്കെ വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം, ഇതെല്ലാം ദോലനങ്ങൾക്ക് എക്സാമ്പിളാണ്. ദോലനങ്ങളെയാണ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ദോലനങ്ങൾ ഇങ്ങനെയും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ തന്നിട്ടുള്ളത് കമ്പനത്തെക്കുറിച്ചാണ്, വൈബ്രേഷനെ കുറിച്ചാണ്. എന്താണ്? ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെയാണ് കമ്പനം എന്ന് പറയുന്നത്. അടുത്തൊരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്, ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാനായിട്ട് സാധിക്കും. ചെയിൻ, ബെൽറ്റ്, ചക്രം, ആക്സിൽ തുടങ്ങിയ സംവിധാനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രയോഗിക്കുന്നു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റ് യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിപ്പിച്ചിട്ട് അവയെ കൂടി ചലിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് ചെയിന്, ബെൽറ്റ്, ചക്രം, ആക്സിൽ എന്നിവയൊക്കെ ഉപയോഗിക്കുന്നു. ഇനി പൽചക്രങ്ങളെ കുറിച്ച് തന്നിട്ടുണ്ട്. എന്താണ് പൽചക്രങ്ങൾ? പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയേഴ്സ്. നോക്കിയേ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വ്യത്യസ്ത വലിപ്പമുള്ള 2 പ്ലാസ്റ്റിക് അടപ്പുകൾ ഒരു മരപ്പലകയിൽ പരസ്പരം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ആണിയടിച്ച് ഉറപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഓരോ അടപ്പും കറക്കി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഫാക്റ്റ് ഇതാണ്: അടുപ്പുകളിലുള്ള നേരിയ പല്ലുകളാണ് 2 ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരടപ്പ്, ഇത് മറ്റൊരടപ്പാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ അടുപ്പുകളിലുള്ള നേരിയ പല്ലുകളാണ് ഈ ഒരു ചക്രം നമ്മൾ കറക്കുമ്പോൾ മറ്റേ ചക്രത്തെ കൂടി കറക്കുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അടപ്പ് വെച്ചിട്ട് കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് പൽചക്രങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ പൽചക്രങ്ങൾ കളിപ്പാട്ടങ്ങളിലും യന്ത്രങ്ങളിലും ക്ലോക്കിലും വാഹനങ്ങളിലും ഒക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇതെന്ന് നോക്കാം. ഇതാ പൽചക്രത്തിൻ്റെ യൂസസിനെ കുറിച്ച്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗങ്ങളിലും ദിശകളിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കുവാൻ പൽചക്രങ്ങൾ സഹായിക്കുന്നു. ചെറിയ പൽചക്രം ഉപയോഗിച്ച്, ഇവിടുത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം കുറയുന്നു. ചെറിയ പൽചക്രം ഉപയോഗിച്ചിട്ട് വലിയ പൽചക്രമാണ് കറക്കുന്നതെങ്കിൽ ചലനവേഗം കുറയുന്നു. ഇവിടെ ഒരു പിക്ചർ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ പിക്ചറിൽ ഇത് കണ്ടോ? ഇത് ചെറിയ പൽചക്രം, ഇത് വലിയ പൽചക്രം. ഈ ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലന വേഗത കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നേരെ തിരിച്ച് വലിയ പൽചക്രം ഉപയോഗിച്ചിട്ട് ചെറിയ പൽചക്രമാണ് കറക്കുന്നതെങ്കിൽ അവിടെ വേഗത കൂടുതലും ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റാണ്. ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം കുറയുന്നു, തിരിച്ചാകുമ്പോൾ ചലനവേഗം കൂടുന്നു. ഇനി പൽചക്രങ്ങൾ ഉപയോഗിച്ച് ചലനത്തിൻ്റെ ദിശയും വേഗവും മാറ്റാൻ വേണ്ടി പറ്റും. അവിടെ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പൽചക്രങ്ങൾ ഉപയോഗിച്ച് ചലനത്തിൻ്റെ ദിശയും വേഗവും മാറ്റാനായിട്ട് കഴിയുന്നു. ഇതിൻ്റെ വിലയിരുത്താം എന്ന ഭാഗത്ത് ഒരു ചോദ്യമുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ചെറിയ ക്ലാസ്സിലാണല്ലോ, അപ്പോൾ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പൽചക്രം നമ്മൾ പഠിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്കിവിടെ നോക്കാം. ഒന്നാമത്തെ പൽചക്രം കറക്കുമ്പോൾ അതേ ദിശയിൽ കറങ്ങുന്ന പൽചക്രം ഏതായിരിക്കും? ഒന്നാമത്തെ ദിശയിൽ പൽചക്രം കറക്കുമ്പോൾ അതേ ദിശയിൽ കറങ്ങുന്ന പൽചക്രം ഏതാണ്? ഇവിടെ ടോട്ടൽ 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കറങ്ങുമ്പോൾ അതിൻ്റെ സെയിം ദിശയിൽ കറങ്ങുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി പൽചക്രങ്ങൾ എങ്ങനെയാണ് കറങ്ങുന്നതെന്ന് ഒരു വീഡിയോ കാണാം കേട്ടോ, ശ്രദ്ധിച്ച് നോക്കുക, അതിൻ്റെ ഡയറക്ഷൻ നോക്കാം. ഓക്കെ, ആ വീഡിയോയിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്. ഒന്നാമത്തെ പൽചക്രം കറങ്ങുമ്പോൾ അതേ ദിശയിൽ കറങ്ങുന്ന പൽചക്രം എന്ന് പറയുന്നത് മൂന്നാമത്തേതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പൽചക്രത്തിൻ്റെ അതേ ഡയറക്ഷനിലാണ് 4ാമത്തെ പൽചക്രം കറങ്ങുന്നത്. ഏറ്റവും വേഗത കുറവ് ഏത് പൽചക്രത്തിനായിരിക്കും എന്നാണ് അവസാന ചോദ്യം. ഏതിനായിരിക്കും? 4ാമത്തെ പൽചക്രത്തിനായിരിക്കും. നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ അതിൻ്റെ ചലന വേഗത കുറയുന്നു.
അപ്പോൾ ഇവിടെ ഏറ്റവും വേഗത കുറവുള്ള പൽചക്രം എന്ന് പറയുന്നത് 4ാമത്തെ പൽചക്രമാണ്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി നമ്മുടെ ചാനലൊന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ടും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ലിങ്ക് വഴി കയറാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ എക്സാം വോയേജ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടെലഗ്രാമിലൊന്ന് സെർച്ച് ചെയ്താലും മതി. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു ഓൾ.